UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ PV അൻവറിന് തീരുമാനമെടുക്കാൻ ഇനി ബാക്കിയുള്ളത് 24 മണിക്കൂർ മാത്രം. UDFുമായി എങ്ങനെ സഹകരിക്കുമെന്ന കാര്യത്തിൽ ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി അൻവർ ഇപ്പോഴും ചർച്ച നടത്തുകയാണ്. അൻവറിനോട് അടുപ്പമുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെ ഈ ചർച്ചയുടെ ഭാഗമാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ വിപിൻ C വിജയൻ നൽകും നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഇപ്പോൾ നേരത്തെ അൻവർ തന്നെ പറഞ്ഞതാണ്, ഫുട്ബോളിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നിലെ കോവണിയിലെങ്കിലും പിടിച്ചു നിൽക്കാമല്ലോ എന്നത്. അപ്പോൾ ഫുട്ബോളിലാണോ പിന്നിലെ കോവണിയിലാണോ എവിടെയാണ് അൻവർ നിൽക്കുക എന്നറിയില്ല. 24 മണിക്കൂർ അദ്ദേഹം തന്നെ തീരുമാനിച്ച സമയപരിധിയാണ്. അത് നാളെ അവസാനിക്കും. മത്സരിക്കുമോ PV അൻവർ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗമൊക്കെ നാളെ ചേരാനിരിക്കുന്നു എന്ന വിവരവുമൊക്കെ വരുന്നുണ്ടല്ലോ. വിജയകുമാർ, ഈ ബസിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഈ ഗോവണി എന്ന് പറയുന്നത് അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ളതാണ്. ഈ മഴക്കാലത്ത് അങ്ങനെ ഗോവണിയിൽ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇന്നുള്ള ചർച്ചകളുടെ ആകെ തുകയായി നമുക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ UDFന്റെ നേതൃയോഗം വൈകിട്ട് നടന്നിരുന്നു. ഈ നേതൃയോഗത്തിലെ തീരുമാനങ്ങൾ PV അബ്ദുൽ വഹാബ് MP വീട്ടിൽ വെച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ PV അൻവറിനെ അറിയിച്ചു. അത് പ്രധാനമായും ഇപ്രകാരമാണ്: ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഘടകകക്ഷിയാക്കാം ആദ്യഘട്ടത്തിൽ. ആ ഘടകകക്ഷിയാക്കിയതിനു ശേഷം അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യാം, മുന്നണിയിൽ എടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നൊരു ആവശ്യം കൂടി UDFന്റേതായി മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്ന് പങ്കുവച്ചു. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഘടകകക്ഷി തന്നെയാക്കണം, മുന്നണിയിൽ എടുക്കണം എന്നുള്ള നിലപാടിലാണ് PV അൻവർ ഉറച്ചു നിൽക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും 30-ാം തീയതി തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം ചേരുന്നുണ്ട് മഞ്ചേരിയിൽ. അതിൽ ചർച്ച ചെയ്തതിന് ശേഷം അറിയിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഘടകകക്ഷിയാക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പക്ഷം ചേർക്കുന്നത്. എന്നാൽ ഇപ്പോൾ തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ അടക്കം അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പോലും PV അൻവറിന്റെ പരാമർശങ്ങൾ പലതും അത് അതിരുവിടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സഹകരണവും വേണ്ട എന്ന് മറുവിഭാഗവും ഒരു നിലപാട് എടുക്കുന്നുണ്ട്. ഒരു മൂപ്പിളമ തർക്കം നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും കാണാം. ഇപ്പോൾ UDF പ്രധാനമായും കോൺഗ്രസ് എടുക്കുന്നത് അൻവർ ആദ്യം സഹകരണം UDFനൊപ്പം സഹകരിക്കുമെന്നുള്ളത് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുന്നതിനെ കുറിച്ച് നമുക്ക് പിറ്റേ ദിവസം തന്നെ ഒരു തീരുമാനം എടുക്കാമെന്നുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ PV അൻവർ പറയുന്നത് ആദ്യം ഒരു ഘടകകക്ഷിയാക്കുമെന്നുള്ള തീരുമാനം വരട്ടെ, അതിനുശേഷം സഹകരണം പറയാമെന്നുള്ളതാണ്. ഇതിലാണ് ഇപ്പോൾ ആദ്യം ഒരു സമവായം വേണ്ടത്. ഇങ്ങനെ ചർച്ചകൾ പലത് നടക്കുന്നുണ്ടെങ്കിലും ഇതിലൊരു അന്തിമ രൂപമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മുസ്ലിം ലീഗ് ഒരു മധ്യസ്ഥ ചർച്ച നടക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ആദ്യം മുതൽ തന്നെ ലീഗ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ കൈവിടരുത്, ഇപ്രാവശ്യം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ കൺവെൻഷനൊക്കെ തുടങ്ങിയത് മുസ്ലിം ലീഗാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം വന്നപ്പോൾ UDFന് പുറത്തുള്ള PV അൻവർ ഇത്ര വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമവായത്തിനായി മുസ്ലിം ലീഗ് സജീവമായി ഈ വിഷയത്തിൽ രംഗത്ത് നിൽക്കുന്നത്. കാരണം PV അൻവർ കൂടി മത്സരിക്കുകയാണെങ്കിൽ അത് UDFന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നുള്ളതാണ് ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. ശരി വിപിൻ, എന്തായാലും PV അൻവർ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നു എന്നറിയില്ല. നാളെ ഒരു ദിവസം കൂടി അദ്ദേഹം തന്നെ തീരുമാനിച്ച സമയപരിധിയാണ്. അത് നാളെ അവസാനിക്കും. അതിനു മുമ്പ് PV അൻവർ എന്തെങ്കിലും നിർണായക തീരുമാനങ്ങൾ എടുക്കുമോ എന്നറിയില്ല. എന്തായാലും അൻവർ തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ തീരുമാനം ഉണ്ടാകേണ്ടത് PV അൻവറിന്റെ ഭാഗത്തു നിന്നാണ്. അതിലേക്ക് എങ്ങനെ പോകുമെന്നൊന്നും അറിയില്ല. ലീഗ് നടത്തുന്ന ചർച്ചകളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് PV അൻവർ.